ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കുള്ള പങ്കിന്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. പണമായോ സ്വർണമായോ പങ്ക് കൈപ്പറ്റിയോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. പോറ്റിയുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ബിനാമി ഇടപാടാണോ എന്നതും പരിശോധിക്കും. മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മൊഴി നൽകിയെന്നാണ് വിവരം. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഗൂഢാലോചന കൃത്യമായി പുറത്തുവരാൻ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 30 വരെയാണ് പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. മുരാരി ബാബുവിനെ നാളെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ബംഗളൂരുവിൽ പോറ്റിയുടെ വസതിയിൽ നടത്തിയ തെളിവെടുപ്പിൽ ഭൂമി ഇടപാടുകളുടെയും പണം പലിശയ്ക്ക് നൽകിയതിന്റെയും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ബംഗളൂരുവിലും കേരളത്തിലുമായി കോടികളുടെ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയതായാണ് വിവരം. സ്വന്തം പേരിലും ബിനാമി പേരിലുമാണ് ഇടപാടുകൾ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ബംഗളൂരുവിലെ ശ്രീരാംപുരം നിവാസികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ശാന്തനും സരസനുമായ അയൽവാസി എന്ന ലേബലിലാണ് ഇയാൾ വർഷങ്ങളായി ഇവിടെ കഴിഞ്ഞത്. വൻതോതിലുള്ള പലിശ ബിസിനസ്സുകളും സ്വർണ്ണ ഭൂമി ഇടപാടുകളും നടത്തി വന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രദേശവാസികൾക്ക് പക്ഷേ സ്വാത്വിക ബ്രാഹ്മണനായിരുന്നു. വലിയ തുകകൾ പലിശയ്ക്ക് കൊടുക്കുമ്പോഴും ചെറു തുകകൾ പരിചയക്കാരിൽ നിന്ന് കടം വാങ്ങുന്ന രീതി ഇയാൾ പിന്തുടരുന്നതായി നാട്ടുകാർ പറയുന്നു. 20 വർഷമായി പ്രദേശത്ത് താമസിക്കുന്നയാളെ കുറിച്ച് ആരും സംശയിച്ചിരുന്നില്ല. ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തിന് ശേഷം പോറ്റി 2004 താമസിച്ചിരുന്ന വീടിന് എതിർവശത്തുള്ള കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലേക്ക് മാറി. പിന്നാലെയായിരുന്നു രണ്ടാം വിവാഹം. തുടർന്ന് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി. അതിന്റെ മേൽവിലാസത്തിലാണ് ബംഗളൂരുവിലേക്കുള്ള രണ്ടാം വരവ്. പിന്നീട് ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് സ്വർണം പൂശിയതും പോറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലൂടെയായിരുന്നു ഈ കരാറും. 2019 മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിയതിന് പിന്നാലെയാണ് ജാലഹള്ളിയിലെ ക്ഷേത്രത്തിലും സ്വർണം പൂശിയത്. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നടത്തിയ തെളിവെടുപ്പിൽ 576 ഗ്രാം സ്വർണം മാത്രമാണ് ഇതുവരെ വീണ്ടെടുത്തത്. എന്നാൽ നഷ്ടമായത് അതിനേക്കാൾ വലുതും. ഇപ്പോൾ വൻ തുകയുടെ സ്വർണം കാണാമറയത്താണ്. ബംഗളൂരു, ബെല്ലാരി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തിരികെയെത്തി. ഇനി ശബരിമലയിൽ തെളിവെടുപ്പ് നടക്കും. രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി പോറ്റിയോടൊപ്പം നേരിട്ട് ചോദ്യം ചെയ്യാനാണ് തീരുമാനം.